നമസ്കാരം. പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ചോദ്യങ്ങൾ ഉയരുന്ന വലിയ മാറ്റത്തിലേക്ക് CPM കടന്നുവെന്ന വിധത്തിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതിന് പിന്നാലെ നിഷേധക്കുറിപ്പുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് വിമർശനം നേരിട്ടെന്ന വാർത്ത പുറത്തുവരികയും അത് മാധ്യമങ്ങളിൽ ചർച്ചയാകുകയും ചെയ്തതിനു ശേഷമാണ് 2 ദിവസങ്ങൾക്ക് ശേഷം പാർട്ടി നിഷേധക്കുറിപ്പിറക്കിയത്. VC നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സെക്രട്ടേറിയറ്റിൽ ചോദ്യങ്ങൾ ഉയർന്നുവെന്നായിരുന്നു വാർത്തകൾ. ആ ആരോപണം പാർട്ടി നിഷേധിക്കാത്തതും മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. ഇതോടെയാണ് വാർത്താക്കുറിപ്പ് സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയത്. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചത്. കേരള ഡിജിറ്റൽ സർവകലാശാല, കേരള സാങ്കേതിക സർവകലാശാല എന്നിവിടങ്ങളിൽ താൽക്കാലിക വൈസ് ചാൻസലറെ നിശ്ചയിക്കുന്നതിന് സർക്കാരിന്റെ അഭിപ്രായം ചാൻസലറായ ഗവർണർ തേടേണ്ടതാണെന്ന് ഈ സർവകലാശാലകളിലെ ആക്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് പരിഗണിക്കാതെ ഏകപക്ഷീയമായി താൽക്കാലിക വൈസ് ചാൻസലർമാരെ ചാൻസലറായ ഗവർണർ നിയമിക്കുകയാണ് ചെയ്തത്. നിയമവിരുദ്ധമായ ഈ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സർക്കാർ നിലപാടിനെ അംഗീകരിച്ചു. ഇതിനെതിരെ ചാൻസലറായ ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ കേസിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. നിലവിലുള്ള നിയമമനുസരിച്ച് സ്ഥിരം VC നിയമിക്കാനുള്ള പൂർണ്ണമായ അധികാരം ചാൻസലർക്കാണ്. എന്നാൽ സുപ്രീം കോടതി സമവായം ഉണ്ടാക്കാൻ ഗവർണറോടും സർക്കാരിനോടും നിർദ്ദേശിച്ചു. വൈസ് ചാൻസലർമാരെ തീരുമാനിക്കാനുള്ള പാനൽ തയ്യാറാക്കുന്നതിന് സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയും നിശ്ചയിച്ചു. ഈ കമ്മിറ്റി 3 അംഗ പട്ടികകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ഇതിൽ കോടതി നിർദ്ദേശപ്രകാരം മുൻഗണനാക്രമം നിശ്ചയിച്ച് മുഖ്യമന്ത്രി ചാൻസലറായ ഗവർണർക്ക് സമർപ്പിച്ചു. എന്നാൽ ഗവർണർ ഇത് അംഗീകരിക്കാതെ വിയോജിപ്പ് രേഖപ്പെടുത്തി മറ്റ് 2 പേരുകൾ സുപ്രീം കോടതി മുമ്പാകെ സമർപ്പിച്ചു. ഗവർണറും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ സമവായം ഉണ്ടാക്കണമെന്ന് സുപ്രീം കോടതി വീണ്ടും ആവശ്യപ്പെട്ടു. ആദ്യം സമവായത്തിന് തയ്യാറാവാതിരുന്ന ഗവർണർ കോടതി നിലപാട് കടുപ്പിച്ചതോടെ മുഖ്യമന്ത്രിയെ വിളിച്ച് സമവായത്തിലെത്തുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളത്. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഐക്യകണ്ഠേന അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പ്രചരിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത്. ഇത്തരം കള്ളപ്രചാര വേലകളെ തള്ളിക്കളയണമെന്നുമാണ് CPM പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവെന്ന പിണറായിയുടെ പരിവേഷത്തിന് ഇടിവ് തട്ടുന്നതാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ചോദ്യങ്ങളെന്ന് മാധ്യമ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ചോദ്യങ്ങളോ വിമർശനങ്ങളോ അല്ല, ചില സംശയങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ ന്യായീകരണവും. വേണ്ട വിധത്തിൽ വിജയിക്കാതെ പോയതോടെയാണ് സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. PM ശ്രീ പദ്ധതിക്കായി കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ച സമയത്തും സമാനമായ അതിർത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നതാണ്. CPI വഴങ്ങാതിരുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ക്ഷീണം ചെയ്തത്, CPM സംസ്ഥാന നേതൃത്വത്തിനു കൂടിയാണ്. CPIയുടെ കേരള നേതൃത്വങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്തുകയും പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയും ഉചിതമെന്ന് മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്തുകയും ചെയ്തത് ജനറൽ സെക്രട്ടറി MA ബേബി ആയിരുന്നു. ബേബിയുടെ സാന്നിധ്യത്തിൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കുന്നതിലെ അനൗചിത്യം ചർച്ചയായത്. സംഘപരിവാർ നോമിനി എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്കെതിരെ സ്വീകരിച്ചു വന്ന നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നത് ദോഷം ചെയ്യില്ലേ എന്ന സന്ദേഹമാണ് ഉയർന്നത്. ഒത്തുതീർപ്പിലെത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചതിനാലും തുടർ നിയമോപദേശം അനുസരിച്ചാണ് ഈ നിലപാട് സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. 2 സർക്കാർ നോമിനികളെ അംഗീകരിപ്പിക്കാൻ സാധ്യതയില്ലെന്നിരിക്കെ മറ്റു പോംവഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി നേരിട്ടെടുത്ത ഒരു തീരുമാനത്തിന്റെ കാര്യത്തിൽ വിയോജിപ്പ് ഉയർന്നത് പ്രകടമായ മാറ്റമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് ശേഷമാണ് അതുണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് ശേഷം ജില്ലകളിലെ ചർച്ചയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നെങ്കിലും കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലൂടെ വീണ്ടും പാർട്ടിയുടെ നിയന്ത്രണം ഭദ്രമാക്കിയ പിണറായിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയും പാർട്ടിയിലെ ഈ മാറ്റവും ഹിതകരമായ കാര്യങ്ങളായിരുന്നില്ല. എന്നാൽ സെക്രട്ടേറിയറ്റിലെ വിമർശനം ഏതെങ്കിലും സംഘടിത നീക്കത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കാണുന്നില്ല. അപ്പോഴും ആ വിവരം പുറത്തു വന്നത് യാദൃശ്ചികമാണെന്ന് കരുതുന്നില്ല. ബേബിയുടെ പിന്തുണ വിമർശകർക്കുണ്ടെന്ന വ്യാഖ്യാനം അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്നാൽ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ബേബിയുടെ ശൈലി പലർക്കും പ്രേരണയായെന്ന് കരുതുന്നവരുണ്ട്. ഇത്തരം ചർച്ചകളിലേക്ക് മാധ്യമങ്ങൾ കടക്കവെയാണ് CPM അതിന് തടയിട്ടുകൊണ്ട് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്.